എവ്രിവൺ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രീന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന പാഠഭാഗത്തിന്റെ ലാസ്റ്റ് പാർട്ടുമായിട്ടാണ്. അപ്പൊ ഇതുവരെയുള്ള ഭാഗങ്ങൾ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത്. എസും പിയും കൊണ്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇന്ന് ഡി ബ്ലോക്കിന്റെ ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ എന്നാണല്ലോ അറിയപ്പെടുന്നത്. സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അറിയപ്പെടുന്നതെന്നൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ ബോക്സിൽ നൽകിയിരിക്കുന്ന ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ പീരിയോഡിക് ടേബിളിന്റെ സഹായത്തോടെ പരിശോധിച്ച് നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് പീരിയോഡിക് ടേബിളിൽ എവിടെയായിരുന്നു നമ്മളുടെ ഡി ബ്ലോക്കിനെ കാണരുത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെയാണ് നമുക്ക് എസ് ബ്ലോക്ക് കാണാം. ഇതാണ് നമ്മളുടെ ഡി അല്ലെ, ഇതാണ് നമ്മളുടെ ഡി ബ്ലോക്ക്. അപ്പൊ നിങ്ങൾ നോക്ക്, മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെ ആരാണുള്ളത്? നമ്മളുടെ ഡി ബ്ലോക്ക് ആണ്. എത്ര? മൂന്നാമത്തെ മുതൽ 12ാമത്തെ വരെയിൽ ഡി ബ്ലോക്ക് ആണുള്ളത്. അപ്പൊ ഇതിന്റെ പീരീഡ് എന്ന് പറയുമ്പോൾ എത്രാമത്തെ പീരീഡ് ആയിരിക്കും? ഇത് ഒന്നാമത്തെ, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, നാലാമത്തെ അല്ലെ, നാലാമത്തെ പീരീഡിലാണ് നമ്മളുടെ ഡി ബ്ലോക്ക് വരുന്നത് അല്ലെ. അപ്പൊ 4, 5, 6, 7 അല്ലെ, 4 മുതൽ 7 വരെയുള്ള പീരീഡിലും ആര് തന്നെയാണ്? നമ്മളുടെ ഡി ബ്ലോക്ക് ആണ് ഉള്ളത്. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ നമ്മൾ കുറെ പ്രാവശ്യം പഠിച്ച കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ ഇനി നമുക്ക് ആ ഒരു ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, യെസ്, അതാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്. അപ്പൊ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് അവ കാണപ്പെടുന്നത്. ആരാ? നമ്മളുടെ ഡി ബ്ലോക്കിനെ കാണപ്പെടുന്നത്. ഒരു പോയിന്റ് റെഡിയായി. ബാഹ്യതമ ഷെല്ലിന് തൊട്ടടുത്തിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. അതെന്താ ഉദ്ദേശിച്ചത്? നമുക്കറിയാം ഡി ബ്ലോക്ക്, ഫോർ എക്സാമ്പിൾ സ്കാൻഡിയത്തിനെ ഞാൻ എടുത്ത്, സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയായിരുന്നു? 21 ആയിരുന്നു അല്ലെ. അതിന്റെ ഷെൽ വൈസ് ഇലക്ട്രോണിക് വിന്യാസം എഴുതാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, അടുത്ത എന്താണ്? 3s2, 3p6 അല്ലെ. ഇപ്പം 18 ആയിക്കേയുള്ളൂ, 21 വേണം അല്ലെ. ഇനി ആരെയാണ് എഴുതണ്ടേ? 3d നെയാണോ എഴുതുക? അല്ല, ആരെയാണ് എഴുതുക? 4s2 എഴുതിയിട്ടാണ് നമ്മൾ 3d ഫിൽ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ശരിക്കും എന്താണ്? ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. തൊട്ടുള്ളിലുള്ള, നോക്കുങ്ങള്, ആദ്യം 4s2 നടന്നതിന് ശേഷമാണ് 3d നടക്കുന്നത് അല്ലെ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം എന്താണ്? ലോഹങ്ങളാണ്. എസ് ബ്ലോക്ക് എന്താ? ആൽക്കലിയും ആൽക്കലൈനും ആയിരുന്നു അല്ലെ. പി ബ്ലോക്ക് മെറ്റൽ ഉണ്ട്, മെറ്റലോയിഡ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡി ബ്ലോക്ക് മൂലകങ്ങൾ എല്ലാവരും എന്താണ്? ലോഹങ്ങളാണ് അല്ലെ, മെറ്റലുകളാണ് ഡി ബ്ലോക്കിലുള്ള എല്ലാവരും. അപ്പൊ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ മറ്റു ചില പ്രത്യേകതകൾ കൂടി നമുക്ക് പഠിക്കാം. അപ്പൊ അടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. സെയിം ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർക്ക് എന്താണ്? സെയിം പ്രോപ്പർട്ടീസ് ഉണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഡി ബ്ലോക്ക് മൂലകങ്ങളും അതാത് ഗ്രൂപ്പുകളിൽ ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നവരാണ്. അതേപോലെ ഡി ബ്ലോക്കിന്റെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഡി ബ്ലോക്ക് എന്താണ്? ഓരോ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഒരേ എന്താണ്? ഗുണങ്ങളാൽ സാദൃശ്യം കാണിക്കുന്നുണ്ട്. 4ാം പീരീഡിലെ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം പട്ടികയിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ 4ാമത്തെ പീരീഡ് അല്ലെ, സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള 4ാമത്തെ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഞാൻ കാണിച്ചാന്ന് ഓർമ്മയില്ല, ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇടാം. ഓക്കെ, ഇതാണ് എന്ത്? നമ്മളെ 4ാമത്തെ പീരീഡ് അല്ലെ. ഇത് 5, ഇത് 6, ഇത് 7 അല്ലെ. 4 മുതൽ 7 പീരീഡ് വരെയാണ് ഡി ബ്ലോക്ക് ഉള്ളത്. 3 മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയാണ് ഡി ബ്ലോക്ക് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 4ാമത്തെ പീരീഡിൽ വരുന്നതാണിത്. 4ാമത്തേൽ ആരൊക്കെ വരുന്നുണ്ട്? സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ. അത് തന്നെയാണ് നമ്മളുടെ ഈ ഒരു ടെക്സ്റ്റില് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ ഒരു ടേബിളാർ ഫോമിലായിട്ട് കൊടുത്തിട്ടുള്ളത്, സ്കാൻഡിയം, ടൈറ്റാനിയം. ഓക്കെ,
അപ്പൊ ഇവരുടെയൊക്കെ അല്ലെ ഈ മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം പട്ടികയിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ അല്ലെ. അപ്പൊ ഇങ്ങനെ സ്കാൻഡിയം ഒക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇവയുടെ ബാഹ്യതമ ഷെല്ലിലെ സബ്ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ആരുടേതൊഴികെ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഒഴികെ, അതായത് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഒഴികെ ബാക്കി എല്ലാത്തിന്റെയും ബാഹ്യതമ സബ്ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം എന്താന്നാ ചോദിച്ചത്. നോക്ക്, 3d1 4s2 അല്ലെ, 3d2 4s2, 3d3 4s2, 3d5 4s2, 3d6 4s2 അല്ലെ, 3d6 4s2. അതേപോലെ തന്നെ ഇവിടെയും എന്തെന്നെയാ 4s2 വരുന്നുണ്ട്, ഇവിടെയും 4s2 വരുന്നുണ്ട്, ഇവിടെ ഇല്ല, ഇവിടെയും 4s2 വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്ക്, അതെന്താ ക്രോമിയവും കോപ്പറും അങ്ങനെ ഇല്ലാത്തെ? യെസ്, ക്രോമിയത്തിന്റെയോ കോപ്പറിന്റെയോ എക്സെപ്ഷണൽ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ 3d4 എന്ന് വന്നു കഴിഞ്ഞാൽ 4s2 എന്നാണെങ്കിൽ ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ടേക്ക് വാങ്ങിയിട്ട് ഇത് എന്താവും? ഇത് 5 ആവും, ഇത് 1 ആവും അല്ലെ. കാരണം D5ഉം D10ഉം ആണ് നല്ല സ്ഥിരത ആയിട്ടുള്ളത് അല്ലെ. ഹാഫ് ഫിൽഡും ഫുള്ളി ഫിൽഡും അല്ലെ, പകുതി നിറച്ചതും ഫുള്ള് നിറച്ചതുമാണ് നല്ല എന്താണ് സ്റ്റെബിലിറ്റി അല്ലെ, നല്ല സ്റ്റെബിലിറ്റിയിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും കേസ് ഒഴികെ ബാക്കി എല്ലാത്തിന്റെയും ബാഹ്യതമയിൽ ആരാ ഉള്ളത് നോക്ക്, 4s2 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 അങ്ങനെയാണ് കാണുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 4s2 എന്ന് എഴുതാം. ഇതുപോലെ 5ാം പീരിയഡിലെ മൂലകങ്ങളുടെ ബാഹ്യതമ സബ്ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം പൊതുവെ 5s2 എന്നായിരിക്കുമല്ലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുള്ളത് ഇത് ഏത് ഗ്രൂപ്പാണ്? ഇത് ഗ്രൂപ്പ് അല്ല, ഇത് 4ാമത്തെ പീരിയഡ് ആണ് അല്ലെ, ഇത് 4ാമത്തെ പീരിയഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അടിയിലുള്ള 5ാമത്തെ പീരിയഡ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ബാഹ്യതമ ഷെല്ലിൽ എന്തായിരിക്കും ഉണ്ടാവുക? 5s2 എന്നായിരിക്കും ഉണ്ടാവുക. 4ാമത്തെ പീരീഡ് ആയതുകൊണ്ട് ഇവിടെ എന്താ ഉള്ളത്? 4s2 എന്നാണ് ഉള്ളത്. 5ാമത്തെ ആണെങ്കിൽ 5s2 എന്നായിരിക്കും ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സംക്രമണ മൂലകങ്ങൾ അല്ലെ, ഡി ബ്ലോക്ക് മൂലകങ്ങളെ വിളിക്കുന്ന പേരാണ് സംക്രമണ മൂലകങ്ങൾ അല്ലെ. ആ സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ സബ്ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം ഒരേ പീരിയഡിൽ പൊതുവെ ഒരേപോലെയാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രൂപ്പിലെല്ലാം ഒരേ സ്വഭാവമായിരിക്കും അല്ലെ. പക്ഷെങ്കിൽ എന്താ, നമ്മളുടെ ഡി ബ്ലോക്കിലുള്ള ഇലക്ട്രോൺ വിന്യാസം നോക്കിക്കഴിഞ്ഞാൽ NS1 to 2 അല്ലെ, NS1 to 2 അന്നില്ലെങ്കിൽ ഇവിടെ 4s2 വരാം, അല്ലെങ്കിൽ 4s1 വരാം, അല്ലെങ്കിൽ 5s2 വരാം, അല്ലെങ്കിൽ 5s1 വരൂല, 5s2 വരാം, അങ്ങനെ അല്ലെ, 6s2 അങ്ങനെ വരാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, ഇവ ഗ്രൂപ്പിൽ മാത്രമല്ല പീരിയഡിലും ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. പീരിയഡിലെ ഈ സാദൃശ്യം ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ നോക്ക്, NS1 to 2 അല്ലെ, NS1 to 2 ഇതെന്താ ഉദ്ദേശിക്കുന്നത്? N എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 2 3 4 അങ്ങനെയുള്ള സാധനം അല്ലെ. S എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും പുറത്തുള്ള S സബ്ഷെല്ലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഡി ബ്ലോക്കിന്റെ നോക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെയാണുള്ളത്? 4s2 എന്നാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ N ഏതാ? 4 ആണ് അല്ലെ. S 1 മുതൽ 2 വരെ വരാം അല്ലെ, 2ഉം വരാം, അതേപോലെ തന്നെ 4s1ഉം വരാം അല്ലെ, 4s2ഉം വരാം, 4s1ഉം വരാം. അതെന്താ 4s1 വന്നേ? നമ്മളുടെ ക്രോമിയം കോപ്പർ പോലെയുള്ള 4s1ഉം ബാക്കി എല്ലാവർക്കും 4s2 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവായിട്ട് NS1 to 2 എന്ന് എഴുതാം. പക്ഷെ ഇങ്ങോട്ടൊക്കെ ആരുണ്ട്? നമ്മളുടെ ഡി ഓർബിറ്റൽ ഉണ്ട് അല്ലെ, ഡി ഓർബിറ്റൽ ഇല്ല, 3d ഓർബിറ്റൽ ഇല്ല, അതും കൂടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്? N-1 D1 to 2 നോക്കിക്കോളെ, N-1 D1 to 10 പിന്നെ NS1 to 2. അതായത് 4ാമത്തെ പീരീഡ് ആണെങ്കിൽ ഈ Nന്റെ വില എന്തായിരിക്കും? 4 ആയിരിക്കും അല്ലെ. Nന്റെ വില എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പൊ 4s 1 മുതൽ 2 വരെ. അതേപോലെ തന്നെ ഇവിടെയും Nന്റെ വില എന്താ? 4 ആയിരിക്കും അല്ലെ. അപ്പൊ വെറും 4 ആയിരിക്കും. ഇവിടെ 4 മൈനസ് 1 ഉണ്ട്. 4 മൈനസ് 1 എത്രയാ? 3 ആയിരിക്കും അല്ലെ. അപ്പൊ 3ഉം ഇവിടെ ഒരു D 1 മുതൽ 10 വരെ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 3D 1 മുതൽ 10 വരെ, ഡിയിൽ 1 മുതൽ 10 വരെ ആവാം, എസിൽ 1 മുതൽ 2 വരെ ആവാം അല്ലെ. അപ്പൊ ഡി ബ്ലോക്കിന്റെ പൊതുവായിട്ടുള്ള ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസമാണ് ഇത്. എസ് ബ്ലോക്കിന്റെ നമുക്കറിയാം NS1 to 2 അല്ലെ, 1 മുതൽ 2 വരെയാണ് ഉണ്ടാവുക. പി ബ്ലോക്ക് ആവുമ്പോഴോ NS2ഉം വരുന്നുണ്ട്, NP 1 മുതൽ 6 വരെ. കാരണം പിയില്
6 ഇലക്ട്രോണുകളല്ലേ കൊള്ളുക, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഇവിടെ ഇത് കാണിച്ചത്, അതായത് NS1 to 2 എന്ന് കാണിച്ച എന്താണ്, പീരീഡിൽ അല്ലെ, ഒരു പീരീഡിൽ എന്താണ് പൊതുവെ ഒരേപോലെയുള്ള എന്തെന്നാ ഈ ഒരു കോൺഫിഗറേഷൻ ആണ് കാണുക. അതുകൊണ്ട് തന്നെ എന്താ, ഗ്രൂപ്പിൽ മാത്രമല്ല പീരീഡിലും എന്താണ് സാദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണ അവസ്ഥ നോക്കാം അല്ലെ. എസിന്റെയും പിന്റെയും ഓക്സീകരണ അവസ്ഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഡി ബ്ലോക്കിന്റെ നോക്കാം. അയേണിന്റെ 2 ക്ലോറൈഡുകളാണ് ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡ് എന്നിവ. ഫെറസ് ക്ലോറൈഡ് FeCl2 ആണ്, ഫെറിക് ക്ലോറൈഡോ FeCl3 ആണ്. രണ്ടും മാറിപ്പോവരുത്. ഫെറസ് ക്ലോറൈഡ്, ഫെറസ് ആണെങ്കിൽ FeCl2 ഉം ഫെറിക് ആണെങ്കിൽ FeCl3 ഉം ആണ്. അങ്ങനെയെങ്കിൽ FeCl2ൽ Feയുടെ ഓക്സീകരണ അവസ്ഥ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലെ. നോക്കിക്കോളെ, FeCl2ൽ ഈ അയേണിന്റെ Fന്റെ ഓക്സീകരണ അവസ്ഥയാണ് കാണേണ്ടത്. ഒരു സൂചന തന്നിട്ടുണ്ട്, ക്ലോറിന്റെ ഓക്സീകരണ അവസ്ഥ എത്രയാ, -1 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുമല്ലോ. എങ്ങനെയാ കാണാം, ഈ അയേണിന്റെയും ക്ലോറിന്റെയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, 0 കിട്ടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അയേണിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കേണ്ട കൊണ്ട് നമുക്ക് ഇയാൾ അറിയോ, ഇല്ല. അതുകൊണ്ട് അറിഞ്ഞൂടാത്ത ആളായതുകൊണ്ട് X എന്ന് എടുത്ത് അല്ലെ. അപ്പൊ അയേൺ ആണ് X. അയേണിനെയും ക്ലോറിനെയും അല്ലെ, ക്ലോറിന്റെ നമുക്കറിയാം എത്രയാ, -1 ആണ്. ഒരു ക്ലോറിന്റെ ആണ് -1. അങ്ങനെയാണ് രണ്ട് ക്ലോറിന്റെ ആവുമ്പോ എന്തായിരിക്കും, -2 ആയിരിക്കും അല്ലെ. അപ്പൊ അയേണിന്റെ കൂട്ടണം ക്ലോറിന്റെ = എന്ത് വരും, 0 അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാലോ അല്ലെ. അപ്പൊ X = എന്ത് വരും, ഇത് മൈനസ് അല്ലെ, ഈ മൈനസ് ഈ ഇക്വേഷന്റെ അല്ലെ അപ്പുറം പോയി കഴിഞ്ഞാൽ എന്താവും, പ്ലസ് ആവും അല്ലെ. ഇപ്പുറത്തുനിന്ന് അപ്പുറം പോകുമ്പോൾ പ്ലസ് ആവും. അപ്പൊ എന്ത് വരും, +2 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ ഈ ഒന്നാമത്തെ Feയുടെ ഓക്സീകരണ അവസ്ഥ എത്രയാണ്, +2 ആണ്. ക്ലിയർ ആണല്ലോ. ഇതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. FeCl3ൽ Feയുടെ ഓക്സീകരണ അവസ്ഥ എഴുതി നോക്കാം. FeCl3 ആണ്. അപ്പൊ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം, 0 കിട്ടണം. അയേണിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് കണ്ടുപിടിക്കേണ്ട ആൾക്ക് X ഇട്ട് കൊടുത്ത് അല്ലെ, X പ്ലസ്. ഇനി ക്ലോറിൻ ഉണ്ട്, എത്ര ക്ലോറിൻ ഉണ്ട്, 3 ക്ലോറിൻ ഉണ്ട് അല്ലെ. ഒരു ക്ലോറിന്റെ ആണ് -1. അങ്ങനെയാണെങ്കിൽ 3 ക്ലോറിന്റെ എത്രയായിരിക്കും, -3 ആയിരിക്കും അല്ലെ. അപ്പൊ +-3 = എന്ത് വരും, 0 എന്ന് വരും അല്ലെ. അപ്പൊ ഈ -3 ഇങ്ങോട്ടേക്ക് പോകുമ്പോ എന്താവും, പ്ലസ് ആയി വരും. അങ്ങനെയാണെങ്കിൽ Xന്റെ വില എന്തായിരിക്കും, +3 ആയിരിക്കും. അങ്ങനെയെങ്കിൽ FeCl3ൽ Feയുടെ ഓക്സീകരണ അവസ്ഥ എത്രയാ, +3 ആണ്. FeCl2ൽ Feന്റെ ഓക്സീകരണ അവസ്ഥ +2 ആണ്. അപ്പൊ നിങ്ങൾ നോക്ക്, FeCl2ൽ Feന്റെ ഓക്സീകരണ അവസ്ഥ +2, FeCl3ൽ Feന്റെ ഓക്സീകരണ അവസ്ഥ +3. ഇതെന്താ ഇങ്ങനെ സംഭവം, Fe തന്നെ, Feന്റെ ആണ് കണ്ടത്. ഒന്നില് +2 ഒന്നില് +3. അതെന്തുകൊണ്ടാ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് Feക്ക് വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ പ്രകടിപ്പിക്കാനാകും എന്ന് വ്യക്തമായല്ലോ. ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും, അയേൺ Fe എന്ന് പറയുന്ന ആൾക്ക് എന്താണ് വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കാനായിട്ട് പറ്റുമെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാരണം എന്തായിരിക്കും, അതിന്റെ കാരണം Feയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 3d6 4s2 ആണ്. അങ്ങനെയെങ്കിൽ Fe2+ ആയി മാറുന്നത് എങ്ങനെ, Fe2+ന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ അയേൺ 26ാമത്തെ അല്ലെ, നമുക്ക് ഒന്നും കൂടി എഴുതാം അല്ലെ. 1s2 വരും, 2s2 2p6 അല്ലെ, ഇവിടം വരെ 10 ആയി. ഇനി ആര് വരും, 3s2 3p6 4s2, ഇവിടം വരെ ആരായി, 20 ആയി. ഇനി ആര് വരണം, 3d6 ആയി, 26 ആയി. ഇനി കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യും, 3D ഒരുമിച്ച് ചെയ്തു അല്ലെ. എങ്ങനെ, 1s2 2s2 2p6 3s2 3p6 3d6 4s2 എന്ന് എഴുതി കൊടുക്കും അല്ലെ. അപ്പൊ ഇവിടെ നോക്കി Fe2+ ആയി മാറുന്നത് എങ്ങനെ, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. +2 ആണെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം,
കൊടുക്കുന്നു അല്ലെ, കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൈനസ് കണ്ടാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? വാങ്ങിക്കുന്നു അല്ലെ, വാങ്ങിക്കുന്നു എന്നാണ് അർത്ഥം. പ്ലസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കൊടുക്കുന്നു അല്ലെ, ഡൊണേറ്റ് ചെയ്ത ആളെന്ന്. മൈനസ് എന്ന് കണ്ടു കഴിഞ്ഞാലോ വാങ്ങിക്കുന്നു എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ Fe2+ അല്ലെ, 2 പ്ലസ് ആണുള്ളത്. 2 പ്ലസ് കാണും എന്ത് ചെയ്യണം? 2 ഇലക്ട്രോണിനെ കൊടുത്ത് അല്ലെ, 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തു അല്ലെ, കൊടുക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 2 ഇലക്ട്രോണിനെ കൊടുക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ Fe2+ന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 2 ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, ഓൾറെഡി ഇവർക്ക് എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? 26 ഇലക്ട്രോണുകളാണ് അയേണിനുള്ളത്. അതില് 2 ഇലക്ട്രോണിനെ കൊടുത്ത്, അതുകൊണ്ട് Fe2+ വന്ന് 2 ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഇത് എത്രയും 24 ഇലക്ട്രോൺ ആവും. അതായത് ഏറ്റവും പുറത്തുള്ള ഇയാളുണ്ടല്ലോ, ഇയാളെടുത്ത് 2 ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഇയാളെ 2 ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പൊ ബാക്കിയുള്ളത് ആരാണ്? ഇതാണ് അല്ലെ. ബാക്കിയുള്ള നിങ്ങളൊന്ന് കൂട്ടിയൊക്കെ. 6 ഉം 4ഉം 10, 6ഉം 4ഉം 10, 6ഉം 2ഉം 18, 6ഉം 24 അല്ലെ. മൊത്തം എത്രയായി? 24 ഇലക്ട്രോൺ. ഇതാണ് എന്ത്? നമ്മളുടെ Fe2+. അപ്പൊ Fe2+ന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതിയാൽ മതി? ഇവിടം വരെയുള്ള പോർഷൻ അങ്ങ് എഴുതി കൊടുത്താൽ മതി. ഇവിടെ 3d6 ഉണ്ട്, ഇവിടം വരെയുള്ള പോർഷൻ എഴുതി കൊടുത്താൽ മതി. കാരണം 2 ഇലക്ട്രോണിനെ കൊടുത്ത് അല്ലെ, Fe എന്ന് പറയുന്ന ആൾ 26. ഈ 26ന്ന് 2 ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ 24 ഇലക്ട്രോൺ ഉള്ള ഇതായിട്ട് മാറും. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കുക. അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്? FeCl3 Feക്ക് +3 ഓക്സീകരണ അവസ്ഥ ലഭിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെയായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക? 3 ഇലക്ട്രോണിനെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ, 3 ഇലക്ട്രോൺ എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. 3 ഇലക്ട്രോണിനെ കൊടുത്ത് അല്ലെങ്കിൽ 3 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് +3 ഓക്സീകരണാവസ്ഥ ലഭിക്കുന്നത്. ഏതെല്ലാം സബ്ഷെല്ലുകളിലെ ഇലക്ട്രോണുകളിലായിരിക്കും നഷ്ടപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അയേണിന്റെ Feന്റെ തന്നെ ഞാൻ ഒന്നും കൂടി ഇവിടെ എഴുതി തരാം. 1s2 2s2 2p6 3s2 3p6 3dനെ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ഇപ്പൊ തൽക്കാലം 3d6 4s2 ഇങ്ങനെയാണ് നമ്മൾ എഴുതാം. അപ്പൊ ഇതാണ് എന്ത്? അയേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 26 ഇലക്ട്രോൺ ഉള്ള അയേണിന്റെ ഇലക്ട്രോൺ വിന്യാസമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനിയിപ്പോ ഈ ക്വസ്റ്റ്യനില് Fe2+ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ? 2 ഇലക്ട്രോണിനെ കൊടുത്ത് 2 ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ 26 നിന്ന് 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടു പോവാണ് ചെയ്യുന്നത് അല്ലെ. നഷ്ടപ്പെടുമ്പോ ഈ ലാസ്റ്റുള്ള S ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുക? 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടു പോവാ. കാരണം 4 ആണ് അല്ലെ, ലാസ്റ്റിലുള്ള 4 ആണ് അല്ലെ. ഇവിടെ നിന്നാണ് എന്ത്? ആദ്യം ഈ 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടാം. ഇനിയിപ്പോ ഇവിടെ നോക്ക്, +3 ഓക്സീകരണ അവസ്ഥ എങ്ങനെയായിരിക്കും ലഭിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ +3 ഓക്സീകരണ അവസ്ഥ എങ്ങനെയായിരിക്കും? ഈ 26ന്ന് എത്ര ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും? 3 ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എത്ര ഇലക്ട്രോൺ? 3 ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ 3 ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി എത്ര ഇലക്ട്രോണുകൾ ഉണ്ടാവും? 23 ഇലക്ട്രോണുകൾ ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 2 ഇലക്ട്രോൺ ഇവിടുന്ന് പോയി, 2 ഇലക്ട്രോൺ S എന്ന് പോയി. ഓക്കെ, അപ്പൊ 2 ഇലക്ട്രോൺ പോയി. പക്ഷെങ്കിൽ 23 ആവണമെങ്കിൽ, Fe3+ ആവണമെങ്കിൽ ഒന്നും കൂടി പോകണം, എന്നാലും 3 ഉണ്ടാവും. അപ്പൊ അടുത്ത മൂന്നാമത്തെ എഴുതാ പോവാ? നമ്മളുടെ ഇതിൽ നിന്നാണ് അടുത്ത ഒരു ഇലക്ട്രോൺ പോവാ. ക്ലിയർ ആണല്ലോ? അടുത്ത ഇലക്ട്രോൺ ഇവിടെ നിന്നായിരിക്കും പോവാ. അപ്പോ ബാഹ്യതമ S സബ്ഷെല്ലിന്റെയും 4s അല്ലെ, 4s ആണല്ലോ ഇത്, തൊട്ടടുത്തിലുള്ള ഡി സബ്ഷെല്ലിന്റെയും, തൊട്ടടുത്താരാണ്? നമ്മൾ ഡി സബ്ഷെല്ല് 3D അല്ലെ, 3D ആണ്. ഊർജങ്ങളിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4s-നാണ് ഊർജം കുറവ്, 3Dന് ഊർജം കൂടുതലാണ്. അതുകൊണ്ട് 4s-ൽ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ 3Dയിൽ ഫില്ല് ചെയ്യാന്നൊക്കെ പഠിച്ച് പിന്നെ കുറച്ച് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3-നെ എല്ലാം ഒരുമിച്ച് എഴുതിയത്. ഓക്കെ, അതുവരെ ക്ലിയർ ആണ്. പക്ഷെങ്കിൽ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക്
നമുക്കറിയാം 4s ഊർജം കുറവും 3Dന് ഊർജം കൂടുതലുമാണ്. പക്ഷെങ്കിൽ ഇവർ തമ്മിലുള്ള ആ ഒരു ഊർജ വ്യത്യാസം ഉണ്ടല്ലോ, അത് ഭയങ്കര വ്യത്യാസമൊന്നുമില്ല, ഒരു ചെറിയ രീതിയിൽ, ഒരു നേരിയ രീതിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ, 4s കുറച്ച് ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അടുത്ത ഏടുന്ന് പോകും, ഈ 3D ഓർബിറ്റിൽ നിന്ന് എന്ത് ചെയ്യും, ഇലക്ട്രോണുകൾ നഷ്ടപ്പെടും. അതുകൊണ്ട് 4s രണ്ട് ഇലക്ട്രോണുകളോടൊപ്പം, അല്ലെ, 4s 2 ഇലക്ട്രോണുകളോടൊപ്പം ഏത് സബ്ഷെല്ലിൽ നിന്നായിരിക്കും മൂന്നാമത്തെ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്, ഏത് സബ്ഷെല്ലിൽ നിന്നായിരിക്കും, നമ്മളുടെ 3Dയിൽ നിന്നായിരിക്കും, അല്ലെ, 3Dയിൽ നിന്നായിരിക്കും. ഇതിന്റെ ഇതിന്റെ അടിസ്ഥാനത്തിൽ Fe3+ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെ. Fe3+ എഴുതാൻ Feന്റെ എന്തേനും അതൊന്നും കൂടി ഞാൻ എഴുതിത്തരാം. ഇവിടെ ഇപ്പൊ നമ്മൾ കുത്തും വെട്ടും എല്ലാം ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ. Fe ഇവിടെയാണ്, ജസ്റ്റ് ഞാൻ ഇവിടെ എഴുതുകയാണ് ചെയ്യുന്നത്. Fe 26 അല്ലെ. Fe 26 എങ്ങനെയും 1s2 2s2 2p6, അടുത്തതാരാ 3s2 3p6 4s2 വരും, അല്ലെ. 4s2 ഉണ്ട്, പിന്നെ 3d6 വരും, അല്ലെ. അപ്പൊ 4s2 ഇവിടെ എഴുതാണ്ട് ഞാൻ 3d6 എഴുതിയിട്ട് 4s2 എഴുതി കൊടുത്തു. ഓക്കെ, ഫില്ലിംഗ് എല്ലാം 4s2 കഴിഞ്ഞാൽ 3Dയിലേക്ക് വരാം. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാല് Fe3+ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെ. Fe3+ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 3+ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, 3 ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടു. ഇവിടുന്ന് 26 നിന്ന് 3 ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട്, 3 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ബാക്കി എത്ര ഉണ്ടാവും, 23 ഇലക്ട്രോൺ ആണ്. 3 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തണം. അപ്പൊ എന്താ, ആദ്യം 2 ഇലക്ട്രോൺ ഇവിടുന്ന് അങ്ങ് പോകും, അല്ലെ. ആദ്യം 2 ഇലക്ട്രോൺ ഇവിടുന്ന് പോകും. ഇനി 2 പോയി, ഇനി 1 ഇലക്ട്രോണും കൂടി പോകണം, അല്ലെ. അത് എവിടുന്ന് പോകും, അത് നമ്മളുടെ ഇടിയിൽ നിന്ന് 1 ഇലക്ട്രോണും പോകും. അങ്ങനെയെങ്കിൽ ബാക്കി വരുന്നത് നമുക്കൊന്ന് എഴുതി വെക്കാലോ, അല്ലെ. 1s2, ഓക്കെ, 1s2 എഴുതി, 2s2 എഴുതി, 2p6, അല്ലെ, 2p6 എഴുതി, 3s2 എഴുതി, 3s2 എഴുതി, 3p6 എഴുതി, 3p6 എഴുതി, 3D, അല്ലെ. 3D എന്താണ്, 6 ഇലക്ട്രോണിന്ന് ഒരാൾ പോയി, 6 ഇലക്ട്രോണിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തായിരിക്കും, 5 ആയിരിക്കും. ഇനി ഇവിടെ 4s2 ഞാൻ എഴുതണോ, വേണ്ട, കാരണം ഇത് ഓൾറെഡി പോയി, അല്ലെ. ഇവിടുന്ന് ഒരാളും പോയി, അപ്പൊ ഇവിടെ 3d5 ആയിട്ട് വരും. നിങ്ങൾ ഇതൊന്ന് കൂട്ടി നോക്ക്, 6 4 10, അല്ലെ. ഇവിടെയോ 10 8 18, 18 5 23, അല്ലെ. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടി നമുക്കിവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സും കൂടി ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളില് മനസ്സിലായിക്കോളും. അപ്പൊ മാംഗനീസിന്റെ Mn അറ്റോമിക് നമ്പർ എത്രയാണ്, 25 ആണ് കേട്ടോ, 25. അപ്പൊ മാംഗനീസിന്റെ വിവിധ സംയുക്തങ്ങൾ പട്ടിക 3.14 നൽകിയിരിക്കുന്നു. Mnന്റെ ഓക്സീകരണ അവസ്ഥ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ MnCl2, MnO2, Mn2O3, Mn2O7 എന്നൊക്കെ കുറെ സംയുക്തം തന്നിട്ടുണ്ട്. അപ്പൊ ഈ എല്ലാ സംയുക്തത്തില് ഈ Mn എന്ന് പറയുന്ന ആള് ഉണ്ട്, അല്ലെ. എല്ലാ സംയുക്തം നോക്കിയാല് Mn എന്ന് പറയുന്ന ആളെ കാണാം. ഈ എല്ലാ സംയുക്തത്തില് Mnന്റെ ഓക്സീകരണ അവസ്ഥ സെയിം ആയിരിക്കോ, അല്ല, സെയിം ആയിരിക്കൂല. അപ്പൊ നമ്മൾ അയേണിന്റെ കണ്ടില്ലേ, അയേണിന് FeCl2 +2 ആണ്, FeCl3 +3 ആണ്, അല്ലെ. അതേപോലെ തന്നെ MnCl2 +2 ആയിരിക്കും, MnO2 വേറെ ആയിരിക്കും, Mn2O3 വേറെ ആയിരിക്കും. അപ്പൊ ഈ ഓക്സീകരണ അവസ്ഥ, അല്ലെ, ഓക്സീകരണ അവസ്ഥ +2 എന്ന് കണ്ടു കഴിഞ്ഞാൽ 2 ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നു. ഇനിയിപ്പോ -2 എന്നാ കണ്ടതെങ്കിലോ 2 ഇലക്ട്രോണെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ. അപ്പൊ ഈ ഒരു ഓക്സീകരണ അവസ്ഥ അറിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു എത്ര ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നത്, എത്ര ഇലക്ട്രോണെ വാങ്ങിക്കുന്നത് എന്നുള്ളത് അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ട് പറ്റുള്ളൂ, അല്ലെ. അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതാക്കുന്നുണ്ട്, എന്നിട്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് എഴുതിപ്പോവാം. ആദ്യത്തെ ഏതാണ്, MnCl2 ആണ്, അല്ലെ. MnCl2 ആണ്. അപ്പൊ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര, -1 ആണ്, അല്ലെ. അങ്ങനെയാണെങ്കിൽ Mnന്റെ ആണ് കണ്ടുപിടിക്കേണ്ട ആളായത് കൊണ്ട് X എന്നിട്ട്, അല്ലെ. അപ്പൊ X പ്ലസ് മാംഗനീസും ക്ലോറിനും കൂട്ടിയാൽ എത്ര ക്ലോറിന്, 2 ക്ലോറിൻ ഉണ്ട്, അപ്പൊ എന്ത് വരും, -2, അല്ലെ. മാംഗനീസും ക്ലോറിന് -2 കൂട്ടി കഴിഞ്ഞാൽ 0 കിട്ടണം. അപ്പൊ ഈ ചിഹ്നം എന്താണ്, മൈനസ് ആണ്, അതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോ എന്താവും, അത് പ്ലസ് ആവും, അല്ലെ. അപ്പൊ X = എന്ത് വരും, +2 ആണ്. അപ്പൊ മാംഗനീസിന്റെ +2 ആണ് എന്ന് മനസ്സിലായി, അപ്പോ
നമുക്കറിയാം മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ എത്ര 25 അപ്പൊ അതൊന്ന് എഴുതി നോക്കാം നമുക്ക്. 1s2 2s2 2p6 3s2 3p6 അടുത്ത ആരാണ് 4s2 വന്ന് ഇവിടം വരെ ആവുമ്പോഴേക്ക് 20 ഇനി ആര് വരണം 3d5 അല്ലെ 3d5 എന്ന് വരണം. അപ്പൊ ഇതിനെ നമ്മൾ വൃത്തിയിലാക്കി എഴുതണമെങ്കിൽ എങ്ങനെയാ ചെയ്യാ 1s2 2s2 2p6 3s2 3p6 3d5 4s2 ഇങ്ങനെയാണ് നമ്മൾ വൃത്തിയിലാക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ MnCl2 ആണ്. MnCl2 Mn എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ 25 Mn 25. അപ്പൊ ഇവിടെ +2 ആണ് വന്നിട്ടുള്ളത്. +2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 2 ഇലക്ട്രോണിനെ കൊടുക്കുകയാണെങ്കിൽ 25-ന് 2 ഇലക്ട്രോൺ പോകുമ്പോ എന്താവും 23 ഇലക്ട്രോൺ ആവും അല്ലെ. അപ്പൊ 2 ഇലക്ട്രോണിനെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആര് വേണ്ട ദാ ഈ ഒരാള് വേണ്ട അല്ലെ, ഈ ഒരാള് വേണ്ട അല്ലെ. 2 ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ ഈ ഒരാള് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ MnCl2 അല്ലെ അതിലുള്ള Mnന്റെ അയോണീകരണ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് നോക്ക്. 1s2 2s2 2p6 അല്ലെ 1s2 2s2 2p6 പിന്നെ 3s2 3p6 3d5 3s2 3p6 3d5 ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ MnCl2 കഴിഞ്ഞ് അടുത്ത ആരാണ് MnO2 ആണ്. MnO2 ആണ്. അതിൽ Mn കണ്ടുപിടിക്കണം. Mn എത്രയാ x പ്ലസ് ഓക്സിജന്റെ പഠിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് -2 ആണ് -2. അങ്ങനെ എത്ര ഓക്സിജൻ ഉണ്ട് ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. ഒരു ഓക്സിജന്റെ -2 ആണെങ്കിൽ 2 ഓക്സിജന്റെ എത്ര ആയിരിക്കും -4 ആയിരിക്കും. അപ്പൊ ഇത് =0 ആയിരിക്കും അല്ലെ. അപ്പൊ ഈ -4 അപ്പുറം എത്തുമ്പോ എന്താവും x +4 ആവും. ഈ +4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 4 ഇലക്ട്രോൺ പോണം. 4 ഇലക്ട്രോണിനെ കൊടുക്കുന്നാണ് അർത്ഥം. അപ്പൊ 4 ഇലക്ട്രോണിനെ കൊടുക്കുന്ന അർത്ഥം എങ്ങനെ വരും ദാ ഇവിടുന്ന് ഒരു 2 ഇലക്ട്രോൺ പോകും അല്ലെ. ഇവിടുന്ന് ഒരു 2 ഇലക്ട്രോൺ പോകും. ഇവിടുന്ന് എന്ത് ചെയ്യും ഇവിടുന്ന് ഒരു 2 ഇലക്ട്രോൺ പോകും. അപ്പൊ ഇവിടെ എത്ര ബാക്കിയുണ്ട് ഇവിടെ 3 ഇലക്ട്രോൺ ഉണ്ടാവും അല്ലെ. 5 ഇലക്ട്രോൺ ആണ് മൊത്തം ഇവിടെ ഉള്ളത്. അതിൽ 2 ഇലക്ട്രോൺ പോകുമ്പോൾ ബാക്കി 3 ഇലക്ട്രോൺ. അപ്പൊ അതിന്റെ എങ്ങനെ നമുക്ക് എഴുതാം 1s2 2s2 2p6 3s2 3p6 അല്ലെ. ഇനി ആരാ 3d എന്ത് വരും 3d5 ഏനുള്ളത്. അതിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി. അപ്പൊ എന്ത് വരും 3d3 വരും. 4s2ലുള്ള 2 ഇലക്ട്രോൺ ഓൾറെഡി പോയി അല്ലെ. ഈ രണ്ടും കൂട്ടിയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത് 4 ഇലക്ട്രോൺ വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊന്ന് ഇനി കൂട്ടിയൊക്കെ എത്ര കിട്ടി 6 4 10 പിന്നെ 18 3 യെസ് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ. MnO2 അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതാണ് Mn2O3 അല്ലെ. Mn2O3 ഓക്കെ. ഇനി ഇവിടെ നോക്ക് എത്ര Mn ഉണ്ട് ഇവിടെ 2 Mn ഉണ്ട്. അപ്പൊ ഒരു x എന്ന് എഴുതിയാൽ മതിയോ പോരാ. എത്ര Mn ഉണ്ട് 2 Mn ഉണ്ട്. അതുകൊണ്ടാണ് 2x എന്ന് വെച്ച് കഴിഞ്ഞാൽ Mn അല്ലെ. അപ്പൊ 2 Mn ഉണ്ട് പ്ലസ് ആരാണ് 3 ഓക്സിജൻ ഉണ്ട്. ഒരു ഓക്സിജൻ -2 ആണ്. അങ്ങനെയാണെങ്കിൽ 3 ഓക്സിജൻ എന്താ 3 ഓക്സിജൻ എത്രയായിരിക്കും -6 ആയിരിക്കും അല്ലെ. ഒരു ഓക്സിജൻ എത്രയാണ് -2 ആണ്. 2 ഓക്സിജൻ എത്രയായിരിക്കും -4 ആണ്. 3 ഓക്സിജൻ എത്രയായിരിക്കും -6 ആണ്. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നേരത്തേൽ നിന്നും ഇവിടെ എന്താ വ്യത്യാസം വന്നിട്ടുള്ളത് x - 6 = 0 എന്നല്ല വന്നിട്ടുള്ളത്. ഇവിടെ എന്താ 2x - 6 = 0 എന്നാ വന്നിട്ടുള്ളത് അല്ലെ. 2x - 6 = 0 എന്നാ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാ 2x - 6 അപ്പൊ എന്ത് എഴുതും 2x = -6 അപ്പുറം പോകുമ്പോ +6 വരും. ഇനി x-നെയാ കാണേണ്ടത് 2x-നെ അല്ല. അപ്പൊ x-നെ ഇവിടെ വെച്ചിട്ട് 2-നെ അപ്പുറം കൊണ്ടുപോകും അല്ലെ. അപ്പൊ 6/2 എത്രയാ 3. വെറും 3 ആണോ അല്ല +3 ആണ്. ഇതെല്ലാം നമ്മളെ മാത്സിൽ പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എങ്ങനെയായി പോന്നേ മൈനസ് ആകുന്നേ പ്ലസ് ആകുന്നേന്നൊന്നും പറയാത്ത കേട്ടോ. ഇതെല്ലാം നമ്മൾ കുഞ്ഞനായാലും മുതലേ പഠിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ +3 കിട്ടി അല്ലെ. +3 കിട്ടി. അപ്പൊ +3 കിട്ടിക്കഴിഞ്ഞാൽ എന്താ അർത്ഥം 3 ഇലക്ട്രോണുകൾ പോണം. എത്ര 3 ഇലക്ട്രോണുകൾ പോണം. 3 ഇലക്ട്രോണുകൾ പോണമെങ്കിൽ ഇതാ ഇവിടുന്ന് വേറെ കളർ എടുക്കാം അല്ലെ. ബ്ലൂ എടുക്കാം. ഇവിടുന്ന് ഓൾറെഡി 2 ഇലക്ട്രോൺ പോയി. ഇനി ഒരു ഇലക്ട്രോണും കൂടി പോകണം. അത് എവിടുന്ന് പോകും നമ്മളുടെ ഇവിടെ 5 എന്നല്ലേ ഉള്ള ഈ 5-ന്ന് പോകും. ഈ 5-ന്ന് പോകുമ്പോൾ ഇവിടെ എത്ര ബാക്കി ഉണ്ടാവും ഇവിടെ 5-ന്ന് ഒരാൾ പോയി ഇവിടെ 2 ഉണ്ട്. അപ്പൊ 2 + 1 3 ആയി. അപ്പൊ 5-ന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ ഇവിടെ എത്ര ബാക്കി ഉണ്ടാവും 4 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാം 1s2 2s2
2p6 3s2 3p6 3d4 എന്ന് വരും അല്ലെ, 3d4 എന്ന് വരും. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ ഇത് പറയുന്നത്? അപ്പൊ അതും നമ്മളെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വൺ ആണ് എന്തെന്ന്, Mn2O7. ഏതാണ്? Mn2O7. ഓക്കെ, അപ്പൊ എത്ര മാംഗനീസ് ഉണ്ട് ഇവിടെ? 2 മാംഗനീസ് ഉണ്ട്. അപ്പൊ 2x പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട്? 7 ഓക്സിജൻ ആണ് ഉള്ളത്. 7 ഓക്സിജൻ. ഒരു ഓക്സിജൻ ആണെങ്കിൽ -2 ആണ്. അങ്ങനെയാണെങ്കിൽ 7 ഓക്സിജൻ ആണെങ്കിൽ എന്ത് വരും? -2 × 7 അല്ലെ, -2 × 7 എത്രയാ? -14 അല്ലെ. അപ്പൊ 2x പ്ലസ് -14 is equal to 0. ഈ -14 നമ്മൾ അപ്പുറം കൊണ്ടുപോകും അല്ലെ. അപ്പൊ എന്ത് വരും? 2x is equal to 14. x is equal to എന്തായിരിക്കും? x is equal to 14/2. 14/2 എത്രയാ? 7. വെറും 7 ആണോ? അല്ല, +7 ആണ്. അപ്പൊ ഈ +7 കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? 7 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്ന, 7 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു എന്നാണ് അർത്ഥം. അപ്പം മുന്നേ 25 എന്നുള്ള മാംഗനീസിന്റെ മറന്നുപോയിട്ടുണ്ട്, ഒന്നും കൂടി ഞാൻ ഇവിടെ എഴുതി തരാം. 1s2 2s2 2p6 3s2 3p6 3d5 4s2 അല്ലെ. എത്ര ഇലക്ട്രോണുകളെ? 7 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ 2 ഇലക്ട്രോണുകൾ ഇവിടുന്നും പോയി, 5 ഇലക്ട്രോൺ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 5ഉം 2ഉം എത്രയായി? 7 ആയി. അപ്പോൾ ഇയാളും പോയി കഴിഞ്ഞ് ബാക്കിയുള്ളതാ ഇത് അല്ലെ. ബാക്കിയുള്ള ഇതാണ് എന്തെന്ന്, നമ്മളുടെ ഇതിന്റെ Mn2O7ലുള്ള Mnന്റെ ഇലക്ട്രോൺ വിന്യാസം. ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ MnCl2 ഇവിടെ +2 ആണ്. ഇവിടെ എത്രയായിരുന്നു? നമുക്ക് +4 ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് എത്രയാ? +3 ആണ്. ഇവിടെ +7 ആണ്. അപ്പൊ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ Mn +2, ഇവിടെ +4, ഇവിടെ +3, ഇവിടെ +7. അതായത് വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? ഇവിടെയും കൂടി നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്ത് തന്നെയാണ്. ഒന്നും കൂടി എഴുതണ്ടാലോ അല്ലെ. നിങ്ങൾ എഴുതണമെങ്കിൽ എഴുതാ, അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചെയ്ത് തന്നെ, അല്ലെങ്കിൽ ഒന്നും കൂടി എഴുതി തരാം. എഴുതണോ? യെസ്. 1s2 2s2 2p6 3s2 3p6 3d3 വരും അല്ലെ. 3d3 വരും. ഇവിടെയാണെങ്കിൽ 1s2 2s2 2p6 3s2 3p6 ഇവിടെ 3d4 വരും അല്ലെ. 4 ആണ് 4. ഇവിടെ ആണെങ്കിലോ 1s2 2s2 2p6 3s2 3p6 അല്ലെ. ഇതൊക്കെ നമ്മൾ ചെയ്ത കാര്യം തന്നെ, ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ടേബിളിൽ എഴുതി തന്നതെന്ന് മാത്രം കേട്ടോ. ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നോക്കാം. ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ പ്രകടിപ്പിക്കുന്നതായി മനസ്സിലായല്ലോ. ഇതിന്റെ കാരണം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട് എന്താണ്, നമുക്ക് 3d ഉണ്ട് 4s ഉണ്ട് അല്ലെ. അപ്പൊ ഈ 3dനാണ് എനർജി കൂടുതൽ 4s-നേക്കാളും. അതുകൊണ്ട് 4s ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ 3dയിലേക്ക് ഫില്ല് ചെയ്യാം അല്ലെ. ഇതൊക്കെ നമ്മൾ ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ തന്നെ പഠിച്ച കാര്യമാണ്. പക്ഷെങ്കിൽ ഈ ഡിയും എസും തമ്മിലുള്ള ഊർജ വ്യത്യാസം അത്രക്കാരമില്ല. ഡിയും എസും തമ്മിലുള്ള ഊർജ വ്യത്യാസം എന്താണ്? വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ഡിന് കൂടുതൽ എസിന് കുറവ് അങ്ങനെയൊന്നുമില്ല. ഡിന് കൂടുതൽ തന്നെയാണ്, പക്ഷെങ്കിൽ ഭയങ്കര കൂടുതലൊന്നുമില്ല. കമ്പാരബിൾ ആയിട്ടുള്ള എനർജി ഡിഫറൻസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ എന്താ, എസ് എന്നും ഇലക്ട്രോൺ നഷ്ടപ്പെടും, ഡി എന്നും ഇലക്ട്രോൺ എന്ത് ചെയ്യും? വിട്ടുകൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തെന്ന് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥയിൽ കാണാനുള്ള ചാൻസ്. അപ്പൊ സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ എസ് സബ്ഷെല്ലിന്റെയും തൊട്ടുള്ളിലുള്ള ഡി സബ്ഷെല്ലിന്റെയും ഊർജങ്ങൾ തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിനാൽ അനുയോജ്യമായ സാഹചര്യത്തിൽ ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥകൾ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തന്നെ കുറച്ചും കൂടി വൃത്തിയിലുള്ള മലയാളത്തിൽ ഇവിടെ ആക്കി പറഞ്ഞതേ ഉള്ളൂ. എസും ഡിയും സബ്ഷെൽ ഉണ്ടാവും, അവരുടെ ഊർജ വ്യത്യാസം എന്താ? നേരിയ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താ, നല്ല സാഹചര്യം ഒക്കെ ഒത്തു കിട്ടുമ്പോൾ എസ് മാത്രമല്ല ഇലക്ട്രോണ് പോവുക, ഡിന്നും കൂടി ഇലക്ട്രോണ് പോയിട്ട് എന്താ, അവർ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. അതുകൊണ്ടാണ് എന്തെന്ന് വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥയിൽ കാണപ്പെടുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അടുത്തതാണ് നിറമുള്ള സംയുക്തങ്ങൾ. നിങ്ങളുടെ സയൻസ് ലാബിലെ സംയുക്തങ്ങളിൽ നിറമുള്ളവ കണ്ടെത്തി ലിസ്റ്റ് ചെയ്യൂ. അവ പൊതുവെ സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങളല്ലേ.
അതായത് നമ്മൾ ലേബിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കുറേ കളറുള്ള കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സംക്രമണ മൂലകങ്ങൾ ഉണ്ടല്ലോ, നമ്മളുടെ ഡി ബ്ലോക്ക് മൂലകങ്ങള്, അവരുടെ പ്രസൻസ് കാരണമാണ് കളറ് കാണാനുള്ള കാരണം. ഓക്കെ, അപ്പൊ നോക്കിക്കോളെ, ഉദാഹരണത്തിന് കോപ്പർ സൾഫേറ്റ് അല്ലെ, CuSO4.5 വെച്ചിട്ടോ, ഈ കോപ്പർ സൾഫേറ്റിന്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ കളറാണ് കേട്ടോ. ഏതാണ്? ബ്ലൂ കളറാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ കളർ എന്തായിരിക്കും? വയലറ്റ്, ഡാർക്ക് വയലറ്റ്, അല്ലെങ്കിൽ എന്താണ്, പർപ്പിൾ കളർ ആയിരിക്കും. അടുത്തതാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ കളർ എന്താണ്? ഒരു ഓറഞ്ച് റെഡ് കളർ ആയിരിക്കും. ഓറഞ്ച് റെഡ് കളർ ആയിരിക്കും. അപ്പോ സംക്രമണ മൂലക അയോണുകളുടെയോ, ഉദാഹരണത്തിന് Cu2+, സംക്രമണ മൂലകങ്ങൾ ഉൾപ്പെടുന്ന അയോണുകളുടെ ഉദാഹരണം MnO4- Cr2O7 സാന്നിധ്യമാണ് പൊതുവെ സംയുക്തങ്ങളുടെ നിറത്തിന് കാരണം. അപ്പൊ നോക്കേ, ഇവിടെ CuSO4 ബ്ലൂ കളറാന്ന് പറഞ്ഞ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് വയലറ്റ് അല്ലെങ്കിൽ പേർപ്പിൾ ആണ് എന്ന് പറഞ്ഞ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റിന് ഓറഞ്ച് റെഡ് കളർ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ CuSO4 കോപ്പർ ഉണ്ട്, KMnO4 മാംഗനീസ് ഉണ്ട്, പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ നമ്മളുടെ ക്രോമിൻ ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്ക്, CuMnCr എന്നൊക്കെ പറഞ്ഞതാരാ? നമ്മളുടെ സംക്രമണ മൂലകങ്ങളാ, ഡി ബ്ലോക്ക് മൂലകങ്ങളാ അല്ലെ. അപ്പൊ ഇവരുടെ സാന്നിധ്യം കാരണമാണ് എന്തെന്ന്? പൊതുവെ ഈ തരത്തിലുള്ള സംയുക്തത്തിന് നിറം വരാനുള്ള കാരണം. എന്നാൽ സിങ്കിന്റെ സംയുക്തങ്ങൾ നിറമില്ലാത്തവയാണ്. പക്ഷെങ്കിൽ എന്താ, സിങ്കിന്റെ സംയുക്തങ്ങളാണെങ്കിൽ എന്താണ്? അതിന് നിറം ഉണ്ടാവില്ല. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ പൊതുവെ നിറമുള്ളവയാണ്. അപ്പൊ നമുക്കറിയാം എന്താണ്, സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ പൊതുവേ കളർ ഉള്ളതായിരിക്കും. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ എന്തായിരിക്കും? പൊതുവേ കളർ ഉള്ളതായിരിക്കും. പക്ഷെങ്കിൽ എന്താണ്, സിങ്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ സംയുക്തത്തിന് നിറമില്ല. അപ്പൊ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ എഴുതും? യെസ്, ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകത പറയുമ്പോൾ ഡി ബ്ലോക്ക് മൂലകങ്ങളെ നമ്മൾ വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഏതാണ്? സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ്, ഇവക്ക് പൊതുവെ നിറമുള്ളവരാണ് അല്ലെ, പൊതുവെ നിറമുള്ളതാണ്. പിന്നെ എന്താണ്, നമുക്കറിയാം വിവിധ തരത്തിലുള്ള ഓക്സിഡേഷൻ നമ്പറുകൾ അല്ലെ, വിവിധ തരത്തിലുള്ള ഓക്സിഡേഷൻ നമ്പറുകൾ കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, യെസ്, ഇതിനെ ട്രാൻസിഷൻ എലമെന്റ്, സംക്രമണ മൂലകങ്ങളാണ്. വിവിധ നിറത്തിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലുമാണ് ഇവരെ കാണപ്പെടുന്നത്. അടുത്തതാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ. പീരിയോഡിക് ടേബിളിൽ എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനം എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? യെസ്, നമുക്ക് ഡി ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഡി ബ്ലോക്കിന്റെ താഴെ ആയിട്ടാണ് നമുക്ക് എഫ് ബ്ലോക്കിനെ കാണാനായിട്ട് പറ്റിയിട്ടുള്ളത് അല്ലെ. ഈ ലെഫ്റ്റ് സൈഡിൽ എസ് ഉണ്ട്, ഇവിടെ പി ഉണ്ട്, ഇവിടെ ഡി ഉണ്ട്. ഈ ഒരു ഡി ബ്ലോക്കിന്റെ ഏറ്റവും താഴെ ആയിട്ടാണ് എഫ് ബ്ലോക്കിനെ നമുക്ക് കാണാനായിട്ട് പറ്റാം. അപ്പൊ ഇവിടെ ഏത് പീരീഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 6ാമത്തെ പീരീഡ്, ഇത് 7ാമത്തെ പീരീഡ്. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, അങ്ങനെ ശരിയാവാ? ഡി ബ്ലോക്ക് ഇവിടെ തുടങ്ങുന്നത് 4, 5, 6, 7. അന്നേരം ഡി ബ്ലോക്ക് എഫ് ബ്ലോക്ക് എന്താ മിക്സ് ആയിട്ടാണോ ഉള്ളതെന്ന് ചോദിക്കും. അങ്ങനെയല്ല, നിങ്ങൾ ഇതൊരു 3D ഇമേജ് ആയിട്ട് സങ്കല്പിക്കുമ്പോൾ ഇത് നമ്മളെ ഡി ബ്ലോക്ക്, ഇതിന്റെ അടിയിലായിട്ടാണ് നമ്മളുടെ എഫ് ബ്ലോക്ക് ഉള്ളത്. അതുകൊണ്ടാണ് 6ാമത്തെ 7ാമത്തെ എന്നുള്ള പീരീഡിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും അടിയിലായിട്ടാണ് നമ്മളുടെ പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും അടിയിലായിട്ടാണ് നമ്മൾ എഫ് ബ്ലോക്കിനെ കാണാം. ഏതൊക്കെ പീരീഡുകളായിട്ടാണ്? 6ാമത്തെയും 7ാമത്തെയും പീരീഡുകളിലായിട്ടാണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റുകളെ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോ എന്താ പറഞ്ഞിട്ടുള്ളത്? എഫ് ബ്ലോക്ക് എലമെന്റ് കാണപ്പെടുന്നത്. ഇവയിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലായിരിക്കും? ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏതിലായിരിക്കും? എഫ് സബ്ഷെല്ലിലായിരിക്കും. ഇവയിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ടടുത്തുള്ള ഷെല്ലിന്റെയും ഉള്ളിലുള്ള ഷെല്ലിലാണ്. ഇവ അന്തർസംക്രമണ മൂലകങ്ങൾ, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നറിയപ്പെടുന്നു. അപ്പൊ അന്തർസംക്രമണ മൂലകങ്ങൾ, നമ്മൾ എന്താണ് ഡി ബ്ലോക്ക് മൂലകങ്ങളെ പഠിച്ചിട്ടുള്ളത് സംക്രമണ മൂലകങ്ങൾ എന്നാണ് അല്ലെ. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റിന്റെയും ഉള്ളിലുള്ള എന്നുള്ള അർത്ഥത്തിലാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്, അന്തർസംക്രമണ മൂലകങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവയിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിന്റെയും ഉള്ളിലുള്ള ഷെല്ലിലാണ്. അതെന്നായി ഉദ്ദേശിച്ചത്? ഒന്നും പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് ചെറുതാക്കുന്നുണ്ട്, പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ 1s 2s 2p 3s 3p 3d 4s 4p 4d 4f 5s 5p 5d 5f 6s 6p 6d 6f. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലെ, എങ്ങനെയാണ് ഇലക്ട്രോണുകളെ നമ്മൾ പൂരിപ്പിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആദ്യം 1s വരും, പിന്നെ ഇതിലേക്ക് വരും 2s വരും, പിന്നെ ഇതിലേക്ക് വരും നമ്മളുടെ 2p വരും, അത് നേരെ 3s വരും, പിന്നെ ഇടത്തേക്ക് പോവും 3p വരും, 3p നേരെ 4s വന്ന് 4s നേരെ എങ്ങോട്ടേക്കാ 3d വന്ന്. ഇതാണ് നമ്മളുടെ ഡി ബ്ലോക്ക് എലമെന്റിന്റെ, ഓർമ്മയുണ്ടോ? ഡി ബ്ലോക്കിന്റെ 3p കഴിഞ്ഞിട്ട് 4s നിറച്ചിട്ടാണ് നമ്മൾ 3d എത്തിയിട്ടുള്ളത്. ഇനി എഫ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താ, ലാസ്റ്റ് ഇലക്ട്രോൺ എഫിൽ എത്തണം അല്ലെ. അത് നമുക്കൊന്ന് നോക്കാം. 3d കഴിഞ്ഞ് അല്ലെ, 3d കഴിഞ്ഞിട്ട് ഇനി അടുത്തേക്ക് വരും 4p വന്ന് അല്ലെ, 3d 4p വന്ന്, പിന്നെ 5s വന്ന്, ഇനി അടുത്തേക്ക് പോകും നേരെ 4d പോയി, 5p പോയി, 6s പോയിട്ടാണ് നേരെ എവിടെ എത്തിയിട്ടുള്ളത്, 4f പോയിട്ടുള്ളത്. നിങ്ങൾ നോക്കണേ, ഈ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. നോക്ക്, 3d അല്ലെ, 3d കഴിഞ്ഞ് 4p 5s, 3d കഴിഞ്ഞ് 4p 5s, എന്നിട്ട് എവിടെ പോയി, 4d പോയി, 5p പോയി, 6s പോയിട്ടാണ് 4f വന്ന്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്ത്, ഇത് നിങ്ങൾക്ക് എഴുതേണ്ട ഒന്നുമില്ലേ, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിന്റെയും ഉള്ളിലുള്ള ഷെല്ലിലാണ് അല്ലെ. ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിന്റെയും ഉള്ളിലുള്ള ഷെല്ലിലാണ്. തൊട്ടുള്ളിൽ, അതായത് ഇവിടെ 6s വന്ന് അല്ലെ, 6s ആണ് നമ്മളെ ബാഹ്യതമ ഷെല്ല് അല്ലെ. അപ്പൊ ബാഹ്യതമ ഷെല്ലിന്റെ തൊട്ടുള്ളിലുള്ള ഷെല്ലാരാ 5, 5 ഉള്ളിലാരാ 4 അല്ലെ. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. അതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് വരുന്നത് 6s അല്ലെ. 1 ഒരുമിച്ച്, 2 ഒരുമിച്ച്, 3 ഒരുമിച്ച്, 4 ഒരുമിച്ച്, 5 ഒരുമിച്ച് ആക്കുമ്പോൾ 6 ലാസ്റ്റ് വരുന്നത്. അപ്പൊ 6 ലാസ്റ്റ് വരിക. പക്ഷെങ്കിൽ എന്താണ്, ഇവിടെ 4f ലാസ്റ്റ് നമ്മൾ പൂരണം ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ 6 എന്ന് പറയുമ്പോൾ 4 എത്തുമ്പോൾ ഉള്ളിലത്തെ ഉള്ളില്, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ 6ാം പീരിയഡിലെ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പൊ 6ാമത്തെ ഇങ്ങനെ ഏറ്റവും അടിയിലായിട്ട് 2 റോകളിലായിട്ടാണ് അല്ലെ. ഇത് 6ാമത്തെ, ഇത് 7ാമത്തെ, 2 നിരകളിലായിട്ടാണ്. പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും അടിയിലുള്ള 2 നിരകളിലായിട്ടാണ് ഇവരെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ 6ാമത്തെ പീരിയഡിൽ അല്ലെ, 6ാമത്തെ പീരിയഡിലുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ലാന്തനൈഡ്. എന്താണ്? ലാന്തനൈഡ്, ലാന്തനൈഡുകൾ, ലാന്തനൈഡുകൾ. 7ാമത്തെ പീരീഡിലെ മൂലകങ്ങളെ വിളിക്കുന്ന പേരാണ് ആക്ടിനൈഡുകൾ. എന്താ? ആക്ടിനൈഡുകൾ, ആക്ടിനൈഡുകൾ. ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും. 6ാമത്തെ പീരീഡിലെ എഫ് ബ്ലോക്ക് മൂലകങ്ങളെ വിളിക്കുന്ന പേര് ലാന്തനൈഡ്, 7ാമത്തെ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആക്ടിനൈഡ്. അപ്പൊ എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകളും ഉപയോഗങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഡി ബ്ലോക്കിൽ നമ്മൾ കുറെ പഠിച്ചിട്ടില്ലേ, അതുപോലെ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഓക്സീകരണ അവസ്ഥ വ്യത്യസ്തമായിട്ട് കാണിക്കുന്നുണ്ട്. ആക്ടിനോയിഡുകൾ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ഇവയിൽ മനുഷ്യനിർമ്മിത മൂലകങ്ങളും ഉൾപ്പെടുന്നുണ്ട് അല്ലെ. ആക്ടിനോയിഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പീരീഡേനു? 7ാമത്തെ പീരീഡ് അല്ലെ. അതില് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മൂലകങ്ങൾ കാണാനായിട്ട് പറ്റും. അതിൽ തന്നെ എന്താ, മനുഷ്യന്മാർ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മൂലകങ്ങളും കാണാനായിട്ട് പറ്റും. യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം തുടങ്ങിയ മൂലകങ്ങളുടെ ചില ഐസോട്ടോപ്പുകൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഇപ്പൊ യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം ഒക്കെ നമ്മളുടെ എഫ് ബ്ലോക്കിൽ പെട്ടതാണ്. ഇതിന്റെ ചില ഐസോട്ടോപ്പുകളൊക്കെ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിയോഡിമിയം,
ശക്തിയേറിയ കാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അപ്പൊ ശക്തിയേറിയ കാന്തം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആരെയാണ്? നിയോഡിമിയത്തിനെയാണ്. ചില മൂലകങ്ങൾ പെട്രോളിയം വ്യവസായത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നു. ഉദാഹരണം സീറിയം ലാന്തനം. സീറിയം ലാന്തനം പോലെയുള്ളവ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? പെട്രോളിയം വ്യവസായത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് റെയർ എർത്ത് മൂലകങ്ങൾ. റെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയറായിട്ട് കാണപ്പെടാം അല്ലെ, വിരളമായിട്ട് കാണപ്പെടാം. ഈ പേരും ഈ മൂലകമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതെന്താ നമുക്കൊന്ന് നോക്കാം. ലാന്തനോയിഡുകളിൽ ഉൾപ്പെട്ട 15 മൂലകങ്ങളെ കൂടാതെ സ്കാൻഡിയം, യിട്രിയം എന്നിവ ചേർത്ത് 17 മൂലകങ്ങളാണ് റെയർ എർത്ത് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ലാന്തനോയിഡിൽ 15 മൂലകങ്ങൾ ഉണ്ട്. അത് കൂടാണ്ട് ആരും കൂടി ഉണ്ട്? 2 ആളും കൂടി ഉണ്ട്. ആരൊക്കെ? സ്കാൻഡിയം, യിട്രിയവും ചേർന്ന് 17 മൂലകങ്ങളെയാണ് നമ്മൾ റെയർ എർത്ത് മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ അവ പ്രകൃതിയിൽ അത്ര വിരളമല്ല അല്ലെ. റെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരളമായിട്ട് കാണുന്നതെന്നാണ് അർത്ഥം അല്ലെ. അത്ര വിരളമായിട്ടല്ല ഇവര് കാണാം. പിന്നെ എന്തായിരിക്കും പേര് കിട്ടാൻ കാരണം? ഭൗമോപരിതലത്തിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നതിനാൽ വളരെ കൂടിയ അളവിൽ അവയുടെ സാന്നിധ്യം ഒരു പ്രത്യേക പ്രദേശത്ത് കാണാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ എന്താണ്? ഇവരെന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ എന്താണ്? ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ് ചെയ്യാം. അതുകൊണ്ട് തന്നെ എന്താ? ഒരു കുറെ കൂടുതൽ സാന്നിധ്യം ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റൂല. അതുകൊണ്ടാണ്. അതിനാൽ അയിരിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ പലപ്പോഴും വെല്ലുവിളി ഉയർത്താറുണ്ട്. ഓക്കെ, ഇപ്പൊ സാങ്കേതിക രംഗത്ത് ഈ മൂലകങ്ങൾക്ക് വൈവിധ്യമാർന്ന ഉപയോഗങ്ങളുണ്ട്. എന്തൊക്കെയാ ഉപയോഗങ്ങള്? കമ്പ്യൂട്ടർ, LCD സ്ക്രീൻ, മൊബൈൽ ഫോൺ, പുനരുൽപാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ, ബാറ്ററികൾ തുടങ്ങിയവയിൽ ഇവ ഉപയോഗിക്കുന്നു. അപ്പൊ റെയർ എർത്ത് എലമെന്റുകൾ ഈ പറഞ്ഞ സാധനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. റെയർ എർത്ത് ലോഹങ്ങളുടെ അയിരുകളിൽ പ്രധാനപ്പെട്ട ഒന്നായ മോണോസൈറ്റ് തെക്കൻ കേരളത്തിന്റെ തീരപ്രദേശത്തിൽ സുലഭമായി കാണപ്പെടുന്നു. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നോക്കി വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.